സോ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റ് ചെയ്യുന്നതാണോ അതോ റെഗുലർ ചെയ്യുന്നതാണോ ലാഭം? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് സുധി ചോദിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ തിരിച്ച് 2-3 ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ സുധി പറഞ്ഞു കഴിയുമ്പോൾ സുധിക്ക് ഏകദേശം മനസ്സിലാവും ഏതാണ് ബെറ്റർ എന്നുള്ളത്. അപ്പം ഇപ്പോൾ സുധി എന്ന് പറഞ്ഞ ഒരാൾ ഒരു യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് ഒരു വീഡിയോ വെക്കാമെന്ന് വെച്ചു. സെയിം ടൈം തന്നെ സുധി വേറൊരു വീഡിയോ കൂടെ വെക്കുകയാണ്. അതൊരു ആർക്കിടെക്റ്റിനെ ഏൽപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. ഏതായിരിക്കും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളത്? ഡെഫിനറ്റ്ലി ഒരു ആർക്കിടെക്ട് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. കറക്റ്റ് അല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ കേസ്, സുധി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചു. ഓക്കെ, സുധി തന്നെയാണ് ഒരു ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് രാവിലെ പോയി ഷോപ്പ് തുറക്കുന്നത്, പർച്ചേസ് ചെയ്യുന്നത്, സെയിൽസ്, മാർക്കറ്റിംഗ് എല്ലാം, അക്കൗണ്ടന്റ് എല്ലാം സുധിയാണ് ചെയ്യുന്നത് വിചാരിച്ചു. സെയിം തന്നെ സുധി വേറൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വെച്ചു. പക്ഷേ ഇതിനെല്ലാത്തിനും സുധി ഇപ്പം അക്കൗണ്ടിന് വേറെ ആളെ വെച്ചു, സെയിൽസിന് വേറെ ആളെ വെച്ചു. ഇങ്ങനെ വെച്ചിട്ട് ഒരു പ്രൊഫഷണൽ ടീമാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് വെച്ചു. ഇതിലേതിനായിരിക്കും റിസൾട്ട് ചെയ്യുന്നത്? പ്രൊഫഷണൽ ടീം ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. കറക്റ്റ്. ഓക്കെ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്രിക്കറ്റ്, ഫുട്ബോളൊക്കെ അറിയാം അല്ലേ? നമ്മളെല്ലാവരും ക്രിക്കറ്റ്, ഫുട്ബോളൊക്കെ കളിക്കുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ട് നമ്മൾ പലരും സച്ചിൻ ടെണ്ടുൽക്കറോ അല്ലെങ്കിൽ എസ് ധോണിയോ മെസ്സിയോ ഒക്കെ ആകുന്നില്ല? അതിനകത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു കോച്ചിങ് കിട്ടിയിട്ടില്ല. കറക്റ്റ്. അതായത് നമ്മളെ ഗൈഡ് ചെയ്യാൻ അവിടെ ആരുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സച്ചിൻ ടെണ്ടുൽക്കറിനാണോ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ്? അതായത് അവർക്ക് വരുമാനം കൂടുതൽ സച്ചിനാണോ, ധോണിക്കാണോ, അതല്ലെങ്കിൽ മെസ്സിക്കാണോ, അതോ അവരുടെ കോച്ചിനാണോ? ഡെഫിനറ്റ്ലി പ്ലേയേഴ്സിനാണ് കിട്ടുന്നത്. ഓക്കെ. ഇപ്പം ശ്രുതിക്ക് ഇപ്പം എന്താ കാര്യങ്ങൾ മനസ്സിലായത്? അതായത് ഇപ്പം നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ റിസൾട്ട് നമുക്ക് വേണ്ടി ഒരു പ്രൊഫഷണൽ ടീം ചെയ്യുമ്പോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ഒന്ന് നോക്കുക. നമ്മൾ രാവിലെ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോൾ കുറച്ച് വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകൾ വന്നിരുന്നത് രാവിലെ ലേണിംഗ് മീറ്റിംഗ് ആണ് അല്ലേ? ഓരോ ഫണ്ട് മാനേജേഴ്സ് വന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു കാര്യം അറിയാത്ത ഒരാൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 1% ആയിരിക്കും അവർക്ക് ലാഭിക്കാൻ പറ്റുക. മാക്സിമം പോയി കഴിഞ്ഞാൽ 0 to 5% to 1% ആണ് ഒരു കമ്മീഷനായിട്ട് നമുക്ക് കിട്ടുക. ഇതാണ് അദ്ദേഹത്തിന് ലാഭിക്കാൻ പറ്റുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിവ് എത്രയുണ്ട്? അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ശ്രദ്ധിക്കാതെ ഇതിലേക്ക് ശ്രദ്ധിച്ചാൽ, അതായത് നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ടല്ലോ, 2 വള്ളത്തിൽ കാല് വെക്കുക എന്നുള്ള ഒരു പരിപാടി, എന്തായിരിക്കും റിസൾട്ട്? നെഗറ്റീവ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പം എന്ത് മനസ്സിലായി? തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ടീമിന്റെ കീഴിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും.